ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അല്ല ശരവണ, അങ്ങനെ ആരാടാ ഉള്ളത്? സാർ, ജീവനെ വിട്ട നിത്യ മേഡത്തോട് വൈരാഗ്യമുള്ള ഒരേ ഒരാൾ തായിരിക്ക് വീണ മേഡം. മോനെ രക്ഷിക്കാനല്ലേ വീണാൻഡി വന്നത്? മോൻ വീണാൻഡിയുടെ കൂടെ വാ. മോനെ വീണാൻഡി വീട്ടിലെത്തിക്കാം. ആരാ വീണാൻഡി എന്നിങ്ങോട്ട് പിടിച്ചോണ്ട് വന്നേ? അത് വീണാൻഡി എങ്ങനെ അറിയാനാ? കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നവർ ഒരുപാട് പേരല്ലേ മോനെ. അവരാരെങ്കിലും ആയിരിക്കും. എന്നെ കാണാണ്ട് നിത്യാമ്മ വിഷമിക്കുന്നുണ്ടാവും. എനിക്ക് പെട്ടെന്ന് നിത്യാമ്മ അടുത്ത് പോകണം. കരയണ്ട കേട്ടോ, പെട്ടെന്ന് എത്തിക്കാം. അവരാരെങ്കിലും ഇങ്ങോട്ട് വരുവോ വീണാൻഡി? അവരാരും വരില്ല. വീണാൻഡി ആദിക്കുട്ടന്റെ കൂടെ ഉള്ളപ്പോ ആദിക്കുട്ടൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട. എന്നാ നമുക്ക് പോവാം. ഇപ്പൊ ആദിക്കുട്ടന് സമാധാനായില്ലേ? പിന്നെ എന്തിനാ മുഖത്തി വിഷമം? ഒന്ന് ചിരിച്ച് വീണാൻഡി കാണട്ടെ. ആദിക്കുട്ടൻ വീണാൻഡിക്ക് ചെയ്ത ഉപകാരം എന്താണെന്ന് കൊറേ കാലം കഴിയുമ്പോഴേ ആദിക്കുട്ടന് മനസ്സിലാവും. എന്ത്? മോൻ വാ. അമ്മാവാ, എന്തു പറ്റി? ഒന്നുമില്ലടാ, അവിടെ പറഞ്ഞതുപോലെ എല്ലാം ചെയ്തു. അഡ്വക്കേറ്റിനെ കൊണ്ട് മുദ്ര പത്രം എഴുതിച്ചു. അവക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയില്ലേ, ബാങ്കിൽ കിടക്കുന്ന കുറച്ച് കാശേ പിന്നെ നമുക്കുള്ളൂ. വേണമെങ്കിൽ അതും കൊടുത്തേക്കാം. അവളുടെ അവകാശങ്ങളെല്ലാം അതോടെ അങ്ങ് തീരുമല്ലോ. എടാ, അപ്പൊ നിന്റെ മോക്ക സമ്പത്തിനെ കുറിച്ച് ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല എന്ന് അമ്മാവൻ അറിയില്ലേ? പിന്നെ മോളെ വളർത്തേണ്ട കാര്യമല്ലേ, അതിന് കഷ്ടപ്പെടാനുള്ള മനസ്സൊക്കെ എനിക്കുണ്ട്. നമുക്ക് തിരിച്ചു പിടിക്കാടാ. എന്നോട് അവള് പ്രതികാരം ചെയ്തു. ഞാൻ പറഞ്ഞ ഓരോ വാക്കിനും അവള് തിരിച്ചടിച്ചു. എടാ, എനിക്ക് മനസ്സിലാവാത്തത് ഇത്രയ്ക്കും ക്രിമിനൽ ബുദ്ധി അവൾക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന്. അമ്മാവ, അർഹിക്കാത്ത സ്ഥലത്ത് എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്ന ആരായാലും അതിനുള്ള കുഴപ്പം പിടിച്ച മാർഗവും കണ്ടെത്തും. വീണയുടെ മനസ്സ് പണ്ടേ നമ്മുടെ കൂടെ ആയിരുന്നില്ലല്ലോ. ജനിച്ച വീടിനെ വെറുപ്പ്, ജനിപ്പിച്ചവരെ വെറുപ്പ്, എന്തിന് പിറന്ന നാടിനെ വരെ വെറുപ്പ്. അപ്പൊ പിന്നെ കൂടുതൽ ആലോചിക്കുന്ന എന്തിന്? മക്കളെ, എടാ, കുഞ്ഞിനെ അവള് കൊണ്ടുവരില്ലേ? നമ്മളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചിട്ട് അവളിനി വേറെ വിലപേശൽ നടത്തുവോ? അങ്ങനൊരു സംശയം എന്റെ മനസ്സിലും ഇല്ലാതില്ല. അങ്ങനെ എന്തെങ്കിലും അവള് ചെയ്ത അമ്മാവൻ നോക്കിക്കോ, ഈ രീതിയിലായിരിക്കില്ല ഞാൻ പ്രതികരിക്കുക. കുഞ്ഞിന്റെ കാര്യത്തിൽ എന്തെങ്കിലും തെറ്റായി നടന്നാൽ ഇനി ആരെയും ഭീഷണിപ്പെടുത്താൻ വീണ ഉണ്ടാവില്ല. ഞാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് നിത്യയ്ക്ക് വേണ്ടിയിട്ടാ. എന്തും ചെയ്യാനുള്ള ധൈര്യം അതെനിക്ക് തരുന്നുണ്ട്. അതിമോനെ പേടിക്കണ്ട കേട്ടോ, ഇപ്പൊ എത്തും.
സാർ ഇതേവരേക്കും ഒരു വിവരവും കിടക്കലേ. മനുവിന്റെ അവസ്ഥ വല്ലാതെ മാറിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ അയാളുടെ സ്വസ്ഥതയൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഹലോ. എന്നിട്ട് ഓക്കെ, നിങ്ങൾ അതെനിക്കൊന്ന് സെൻഡ് ചെയ്യ്. എന്നിട്ട് അന്വേഷണം ആ വഴിക്ക് നീങ്ങട്ടെ. എന്താ മോനെ? മോനെ ആരോ കിഡ്നാപ്പ് ചെയ്തതാ. കിഡ്നാപ്പോ? ഗിരിനഗറിൽ നിന്ന് കുഞ്ഞിനെ നഷ്ടപ്പെട്ട സ്ഥലത്തെ CCTV ഫുട്ടേജ് കണ്ടെത്തിയിട്ടുണ്ട്. മനഃപൂർവ്വം കുഞ്ഞിനെ ആരോ തട്ടിക്കൊണ്ടുപോയതാ. നോക്ക്. അയ്യോ, മോനെ, ഇത് യാർ സാർ? ജീവനല്ല, ജീവൻ അവൻ ജയിലിലല്ലേ. പിന്നെ ഇങ്ങനെ കുഞ്ഞിനോട് പെരുമാറണമെങ്കിൽ നമ്മളോട് വൈരാഗ്യമുള്ള ആരെങ്കിലും ആയിരിക്കണം. അങ്കിൾ, ജീവേട്ടന്റെ കാര്യം ഓക്കെയാ. വേറെ ആരെങ്കിലും നമ്മുടെ കുടുംബത്തോട് ശത്രുതയുള്ളവരുണ്ടോ? വേറെ ആരാ മോനെ? പ്രത്യേകിച്ച് ഈ നാട്ടില് നമ്മുടെ കുടുംബത്തോട് ആർക്കും കണക്ഷനൊന്നുമില്ല. ഓക്കെ, ഞാനൊന്ന് SP വിളിക്കട്ടെ. തൽക്കാലം ഇതാരോട് നിങ്ങൾ പറയണ്ട. അവർ കൂടുതൽ ടെൻഷനാവും. ഞാനൊന്ന് വിളിച്ചിട്ട് വരാം. ആദ്യമോ നഷ്ടപ്പെട്ടാൽ നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥ മോശമാകുമെന്ന് അറിയാവുന്ന ഒരാളെ ഇത് ചെയ്യൂ. അല്ല ശരവണ, അങ്ങനെ ആരാടാ ഉള്ളത്? സാർ, ജീവനെ വിട്ട നിത്യ മേഡത്തോട് വൈരാഗ്യമുള്ള ഒരേ ഒരാൾ തായിരിക്ക് വീണ മേഡം. സാർ, അവള് സാധാരണ പൊണ്ണല്ല സാർ. ഏത് വേണോ പണല. വീണ ഇപ്പൊ എവിടെയുള്ളത്? தெரியாது சார். அந்த அங்கிள் வீட்டில் இருந்து புறத்தாக்கியதுக்கு அப்புறம் பின்ன யாருக்கும் தெரியாது சார்.